മഹീന്ദ്രയുടെ താർ റോക്സ് വാങ്ങിയാൽ എത്ര രൂപ നമ്മൾ ടാക്സ് ഇനത്തിൽ കൊടുക്കും? ആ അടയ്ക്കുന്ന ടാക്സ് ഒക്കെ നമുക്ക് തിരികെ ലഭിക്കുന്നതാണോ? 100 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു 100 Q&Aയിലൂടെ. ഞാൻ ഷമീർ ബഷീർ, പ്രാക്ടീസിംഗ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ. നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ റോഡ് ടാക്സ് ആയും GST ആയും എമൗണ്ട് കൊടുക്കുന്നു നമുക്കറിയാം. പക്ഷെ അത് എത്രത്തോളമാണെന്ന് പലർക്കും അറിയാം. മഹീന്ദ്രയുടെ താർ റോക്സ് ടോപ്പ് എൻഡ് മോഡൽ വാങ്ങുമ്പോൾ 29,50,000 രൂപയോളമാണ് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ്. ഈ ഒരു പർട്ടിക്കുലർ വാഹനം സെയിലാകുമ്പോൾ 15,39,000 രൂപ മാത്രമാണ് മഹീന്ദ്ര കമ്പനിക്ക് ലഭിക്കുക. ടോട്ടൽ പ്രൈസിൽ ഒരു 1,15,000 രൂപയോളം കൂടി ഇൻഷുറൻസ് ഇനത്തിൽ പോകും. ബാലൻസ് എമൗണ്ട് മുഴുവനും റോഡ് ടാക്സ് ആയും GST ആയുമാണ് പോകുന്നത്. കമ്പനിക്ക് ലഭിക്കുന്ന എമൗണ്ടിന്റെ 28% GST റേറ്റ് ആയും 22% കോമ്പൻസേഷൻ സെസ് ആയും ചാർജ് ചെയ്യപ്പെടുന്നത്. ഇത് ഏകദേശം 7,70,000 രൂപയോളം വരും. കേരളത്തിലായതുകൊണ്ട് 5,08,000 രൂപയോളം റോഡ് ടാക്സ് ആയും 23,000 രൂപയോളം TCS ആയും കളക്ട് ചെയ്യപ്പെടും. രജിസ്റ്റർ ചെയ്ത ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന അസറ്റിന്റെയൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ 13 സീറ്റിംഗ് കപ്പാസിറ്റിയിൽ താഴെയുള്ള പാസഞ്ചർ വെഹിക്കിൾസിന്റെ പർച്ചേസിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അത് ബ്ലോക്ക്ഡ് ITC കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ആ വാഹനം യൂസ് ചെയ്യുന്നത് ഒരു ടാക്സബിൾ സപ്ലൈ, അതായത് റെന്റ് കാർ സർവീസിനൊക്കെ ആണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. TCS ആയി കളക്ട് ചെയ്യുന്ന എമൗണ്ട് അല്ല നമുക്ക് തിരികെ ലഭിക്കും. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ഈ എമൗണ്ട് ടാക്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലാത്ത പക്ഷം റീഫണ്ട് ആയിട്ട് വാങ്ങാം. 29,50,000 രൂപയോളം വിലയുള്ള ഒരു താർ റോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 12.25 ലക്ഷം രൂപയും ടാക്സ് ആണ്. വാഹനങ്ങളുടെ GST റേറ്റ് 28%, കോമ്പൻസേഷൻ സെസ് 2% മുതൽ 22% വരെയുമാണ്. കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യുക.